ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റോസാപ്പൂ കൊണ്ട് നമുക്ക് നാച്ചുറൽ സ്കിൻ ഗ്ലോ കിട്ടുന്ന ഒരു ഫേസ് പാക്കും ഒരു സ്ക്രബുമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് ഞാൻ കുറച്ച് റോസാപ്പൂ എടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിതിൻ്റെ റോസാപ്പൂവിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് അടർത്തി എടുത്തിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ വിനീഗറും ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റോസ് പെറ്റൽസ് എല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് ഇട്ട് വെച്ചിരുന്നതിന് ശേഷം അത് ആ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് നല്ല വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പം നമ്മളിത് കടയിൽ നിന്ന് വാങ്ങുന്ന പൂവായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. നമ്മുടെ വീട്ടിലുള്ള പൂവാണെങ്കിൽ നമുക്കിതിങ്ങനെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി റൈസ് എടുത്തിട്ടുണ്ട്, നമ്മുടെ റോ റൈസാണ്. പിന്നെ മസൂർ ദാലുണ്ട്, നമ്മുടെ കടലമാവുണ്ട്, പിന്നെ ഓറഞ്ച് പീല് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും സാധനമാണ്. നമ്മൾ റോസ് പെറ്റൽസും ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് റോസ് പെറ്റൽസൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ഇതേ രീതിയിൽ വാഷ് ചെയ്ത് ഉണക്കി വെച്ചിരുന്ന റോസ് പെറ്റൽസ് ആണ്. നമുക്ക് ഈ റോസ് പെറ്റൽസ് ഇതുപോലെ റോസാപ്പൂവൊക്കെ കിട്ടണമെങ്കിൽ വെറുതെ കളയാതെ ഉണക്കി ഇതുപോലെ വെച്ചിരുന്നാൽ നമുക്ക് ഒരുപാട് ഉപയോഗമാണ്, ഒരുപാട് യൂസ്ഫുള്ളാണ് ഇതെല്ലാം. അതുകൊണ്ട് വെറുതെ കളയാതെ നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അരിയും ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ടാണ് നമ്മൾ ഒന്ന് തുണിയിൽ ടവലിൽ ഒന്ന് തുടച്ചെടുത്തിട്ട് അങ്ങനെ നമ്മളിതൊന്ന് പൊടിച്ചെടുത്തത്. തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് സ്ക്രബ് തയ്യാറാക്കാനാണ്, അതുകൊണ്ടാണ്. ഇനി മസൂർ ദാലും നമുക്ക് ഇങ്ങൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ മസൂർ ദാൽ. ഓറഞ്ച് പീലും നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്, വിറ്റാമിൻ സി, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഇതിലെല്ലാം. സ്കിന്നിന് നല്ല ഗ്ലോ നൽകാനും സ്കിന്ന് നല്ല സ്മൂത്തായിട്ടിരിക്കുന്നതിനും ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് നല്ല ഷൈനിങ് ഉള്ള സ്കിന്നൊക്കെ കിട്ടുന്നതിനൊക്കെ വളരെ സഹായിക്കുന്ന ഒന്നാണ് ഇതെല്ലാം. കടലമാവൊക്കെ കൊണ്ട് നമ്മളെപ്പോഴും നമ്മൾ ഫേസ് വാഷും ഫേസ് പായ്ക്കൊക്കെ തയ്യാറാക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതൊക്കെ കൊണ്ടുള്ള ഉപയോഗങ്ങൾ. അപ്പോൾ നമുക്ക് ഈ പൊടികളെല്ലാം നമ്മൾ 2 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. ഇത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു മഞ്ഞൾപ്പൊടിയാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇത് ലേഡീസിന് മാത്രമല്ല ജെൻസിനും ഉപയോഗിക്കാവുന്നതാണ്. ലേഡീസിനെ പോലെ തന്നെ സ്കിന്നിൻ്റെ പ്രോബ്ലം ജെൻസിന് ഉള്ളതാണ്. കുട്ടികൾക്ക് കോളേജിലും സ്കൂളിലും ഒക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ കുളിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കുളിപ്പിക്കുന്നതും കുളിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പ്രായപരിധി ഇല്ലാതെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിതെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് നമ്മളിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുത്തത്. തൈരിന് പകരം പാല് ചേർത്ത് തയ്യാറാക്കാം. ഓയിലി സ്കിന്നുള്ളവർക്ക് റോസ് വാട്ടർ ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്തു അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഫേസ് പാക്കാണ് തയ്യാറാക്കുന്നത്. നമ്മൾ റോസ് പെറ്റൽസ് എടുത്ത് വെച്ചത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ റൈസ് പൗഡറും 1 ടീസ്പൂൺ ഹണിയും, ഇത് മിക്സ് ചെയ്യാനായിട്ട് മിൽക്കാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇതിന് പകരം തൈര് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കാം. എന്നിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫേസിൽ. ഞാനൊന്ന് അപ്ലൈ ചെയ്തുകൂടെ കാണിക്കുന്നുണ്ട്. ആദ്യം ഒന്ന് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റോ മിൽക്കാണ്, നമ്മുടെ ചൂടാക്കാത്ത പാലാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു കോട്ടണിൽ മുക്കിയിട്ട് നമുക്കിത് ഫേസൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. ഇപ്പോൾ തന്നെ ഫേസിന് നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്ക്രബ് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഇരിക്കണം, അല്ലെങ്കിൽ ഇതൊന്ന് ഉണങ്ങി വരുന്നത് വരെ ഇരിക്കണം. എന്നിട്ട് ഉണങ്ങി തുടങ്ങുമ്പോൾ നമുക്കൊരു വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അത് ചെറുതായിട്ട് നമുക്കതൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് വാഷ് ചെയ്ത് കളയാൻ.
ഇത് ഫുള്ളായിട്ട് ഇപ്പം ഡ്രൈ ആയി വന്നിട്ടില്ല, ചെറുതായിട്ട് ഒന്ന് ഡ്രൈ ആയി വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത്രയും സമയം ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനിതൊന്ന് വാഷ് ചെയ്ത് കളയാണ്. ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്കിത് വാഷ് ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ സ്കിന്നിന് നല്ല സ്മൂത്താണ്, നല്ല സോഫ്റ്റാണ്, സ്കിന്നിന് നല്ലൊരു തണുപ്പ് കിട്ടുന്നുണ്ട് നമ്മൾ ഇതെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്, നമുക്ക് കെമിക്കലൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഫേസ് പാക്ക് കൂടെ ഞാനിന്ന് ഇട്ട് കാണിക്കുന്നുണ്ട്. ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരാം. നല്ല ഒരു വൈറ്റനിങ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ചേർത്തിരിക്കുന്ന സാധനങ്ങൾ റൈസ് പൗഡറും ഒക്കെ സ്കിൻ വൈറ്റനിങ്ങിന് വളരെ നല്ലതാണ്. എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. 5 പൈസ പോലും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന സ്ക്രബും പാക്കും ഒക്കെയാണ്. സ്കിന്നിന് യാതൊരു ഡാമേജും തരാത്ത ഒരു പാക്കും സ്ക്രബുമാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതെല്ലാം ഒരുപാട് വൈറ്റനിങ്ങിന്, സ്കിൻ ടൈറ്റനിങ്ങിന്, സ്കിൻ സ്മൂത്തായിരിക്കുന്നതിനൊക്കെ വളരെ സഹായിക്കുന്നതാണ്. അതുപോലെ ഈ സ്കിൻ സ്ക്രബൊക്കെ ഉപയോഗിച്ച് നമ്മൾ മസാജൊക്കെ ചെയ്യുമ്പോൾ സ്കിന്നിലുള്ള ലൈൻസും ചുളിവുകളും ഒക്കെ മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.